ഒന്ന് നമ്മുടെ ഈ മതത്വം മതസൗഹാർദ്ദം എന്ന സങ്കല്പം അത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായതൊന്നുമല്ല. 2500 വർഷം മുമ്പ് ജൂതന്മാർക്ക് സ്ഥലം കൊടുക്കുന്നത് മുതൽ ലോകത്തിലെ ആദ്യ ക്രിസ്തീയ സമുദായം ഉണ്ടായ ഈ നാട്ടിൽ, അല്ലെങ്കിൽ ഏറ്റവും പഴയ ചേരമൻ പെരുമാൾ പള്ളികൾ ഉണ്ടായ ഈ നാട്ടിൽ, ശ്രീനാരായണ ഗുരുദേവനിൽ അല്ലെങ്കിൽ 1000 വർഷം മുമ്പ് ജനിച്ച തന്നെ കാണുന്നതിന് മുമ്പ് തന്റെ മുസ്ലിം സുഹൃത്തായ വാവരെയും ക്രിസ്ത്യാനിയായ വെളുത്തച്ഛനെയും കണ്ടിട്ട് വരാൻ പറഞ്ഞ അയ്യപ്പനും ഒക്കെ ഈ നാടിന്റെ ആത്മീയതയുടെ സെക്കുലറിസത്തിന്റെ ഏറ്റവും വലിയ രൂപങ്ങളാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇതിൽ ഇടത് ചിന്തകന്മാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം, അവരുടെ സെക്കുലറിസം ഒരു ആന്റി സ്പിരിച്വൽ, ആന്റി കൾച്ചറൽ, ആന്റി ഹിന്ദുസ്ഥാനി കൾച്ചർ ഒരു മോൾഡിലാണ് പലപ്പോഴും ഒരു സെക്കുലറിസത്തെ കണ്ടത്. നമുക്ക് സെക്കുലറിസം എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്നതിനേക്കാൾ മതസൗഹാർദ്ദമാണ്. എല്ലാ മതങ്ങളും ഒരുപോലെ പോകുന്ന, അയ്യപ്പന്റെ അമ്പലത്തിൽ നിന്ന് ആന മുസ്ലിം പള്ളിയിൽ വിഗ്രഹം എടുത്ത് വലയം വെക്കുന്ന, അയ്യപ്പന്റെ അമ്പലത്തിൽ വാവരുസ്വാമിയുടെ നടയിൽ വിഗ്രഹം വെക്കാതെ ഇസ്ലാം മതത്തെ ആചരിക്കുന്ന രീതിയിൽ നമുക്കുള്ള ആ മഹത്തരമായ പാരമ്പര്യം ഉണർത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇനി മാധ്യമങ്ങളെ കുറിച്ചൊരു വിമർശനം. നമ്മുടെ മണ്ഡല മകരവിളക്ക് കാലം വരുമ്പോൾ ഒക്കെ വലിയ രീതിയിൽ ആഘോഷങ്ങൾ കൊണ്ടാടാറുണ്ടല്ലോ. നമ്മൾ വാവരുസ് പലപ്പോഴും കവർ ചെയ്യാറില്ല, ആർത്തുങ്കൽ വെളുത്തച്ഛനെ പലപ്പോഴും കവർ ചെയ്യാറില്ല. നമ്മുടെ ബഹുസ്വരതയുടെ, കൾച്ചറൽ യൂണിറ്റിയുടെ, എന്നാൽ കൾച്ചറൽ പ്ലൂറലിസ്റ്റിന്റെ, ഒരു സ്പിരിച്വൽ പ്ലൂറലിസ്റ്റിന്റെ കോൺസെപ്റ്റ്സ് നമ്മൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. നമ്മുടെ സെക്കുലറിസത്തിന്റെ അടിസ്ഥാനം ഇന്ത്യൻ സ്പിരിച്വലിസമാണ്. നമ്മുടെ സ്പിരിച്വലിസം സെക്കുലർ ആണ്, നമ്മുടെ സെക്കുലറിസം ഒരർത്ഥത്തിൽ സ്പിരിച്വലുമാണ്. ആ അർത്ഥത്തിലുള്ള സാമൂഹിക ഇടൽ പ്രധാനമാണ്. അത് നടക്കുന്നില്ല. രണ്ട്, പലപ്പോഴും നമ്മുടെ നാട്ടിൽ ശാസ്ത്രീയമായ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റമോ, ശാസ്ത്രീയമായ ഒരു ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റമോ, അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു ഫിലോസോഫിക്കൽ എൻക്വയറി, ഇൻക്വിസിറ്റീവ്നെസ് നമ്മുടെ ജനതയിൽ ഉണ്ടാക്കുന്നില്ല. പലപ്പോഴും അന്ധവിശ്വാസത്തിലേക്ക് വഴിമാറി പോകുന്നുണ്ടെന്ന് സത്യമാണ്. ഞാൻ തന്നെ സ്വയം ദൈവമാണെന്നും കൽക്കിയുടെ അവതാരമെന്ന് വന്ന 2-3 പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? ഞങ്ങളത് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഞങ്ങളാണ് കൽക്കിയുടെ അവതാരം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവമാണെങ്കിൽ പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമില്ലല്ലോ, സ്വന്തമായിട്ട് അറിയാൻ. പക്ഷേ സെൽഫ് ഡില്യൂഷണലായ, ഇല്യൂഷനിൽ ബേസ് ചെയ്യുന്ന, വിശിഷ്യ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞാൽ 80 രൂപയ്ക്ക് കാവ്യ മേടിച്ചിട്ടാൽ ആർക്കും സന്യാസിയാവുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ വലിയ ആത്മീയാചാര്യന്മാർ, അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ശ്രീ രവിശങ്കറോ മാതാ അമൃതാനന്ദമയി ദേവിയോ അല്ലെങ്കിൽ ബാബാദേവിനെ പോലുള്ളവർക്ക് പോലും ഇത്തരം ആൾക്കാർ ചീത്തപ്പേര് കൊണ്ടുവരും. അപ്പൊ ഈ രീതിയിൽ സമൂഹം മൊത്തം മാറി ചിന്തിക്കണം. പക്ഷേ അപ്പം തന്നെ ഒരു കാര്യം ഓർക്കുക, സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് സമന്വയം ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ ചാനൽ ചർച്ചകൾക്കപ്പുറം ഇതിന്റെ ഒരു സ്കോപ്പ് കിട്ടില്ല. ഈ മാധ്യമ ചർച്ചകൾ പൊതുസമൂഹം ഏറ്റെടുക്കുകയും ആ രീതിയിൽ യുക്തിയും ഭക്തിയും ഒരുമിപ്പിക്കാൻ, വിവേകാനന്ദനെയും ഐൻസ്റ്റീനെയും ഒരുമിപ്പിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാകുകയും അത് ഇന്ത്യൻ കൾച്ചറിന്റെ മർമ്മബിന്ദുക്കൾ അറിഞ്ഞുകൊണ്ട് മാത്രം പോയാലേ, അതാണ് ഗാന്ധിജിയുടെ മഹത്വം. നമ്മുടെ കൾച്ചറിന്റെ എസൻസ് അറിഞ്ഞുകൊണ്ടാണ് എന്റെ രാമരാജ്യം യേശുദേവന്റെ ദൈവരാജ്യമാണെന്നും ഖലീഫ ഉമറിന്റെ സ്വപ്നതുല്യമായ രാജ്യമാണെന്നും പല രീതിയിൽ ഒരു കൾച്ചറൽ യൂണിറ്റി നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അത് ഭൂരിപക്ഷ സമുദായത്തെ വിശിഷ്യ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. സമന്വയത്തിന് വേണ്ടിയുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പലപ്പോഴും ഇവിടെ ഉണ്ടാകാറില്ല.